മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൂഡല്ലൂരിനടുത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളിലുണ്ടായിരുന്നവരും കാൽനടയാത്രക്കാരും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. മലപ്പുറം ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് സംഭവം. മാർ ഇവാനിയോസ് 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഞായറാഴ്ച. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര കോടതിപ്പടി ജോസ്ഗിരി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സമാപിക്കും. നിലമ്പൂർ നഗരസഭയിൽ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കമായി. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നബാർഡിന്റെ ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം പോത്തുകൽ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായ ജലസേചന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി നഗറിൽ ആര്യടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗൂഡല്ലൂരിനടുത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളിലുണ്ടായിരുന്നവരും കാൽനടയാത്രക്കാരും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗൂഡല്ലൂരിനടുത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഇരുചക്ര വാഹനങ്ങളിലുണ്ടായിരുന്നവരും കാൽനടയാത്രക്കാരും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഇതിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിനടുത്തുള്ള പടന്തുരൈ കണിയാൻ വയൽ പ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി സംഭവം. പ്രദേശത്ത് പതിവായി കറങ്ങി നടക്കുന്ന ഒരു കാട്ടാന ഇന്നലെ രാത്രി വീണ്ടും ജനവാസ മേഖലയിലേക്ക് എത്തി. രാത്രി 8:45ഓടെ പൊതുജനങ്ങൾ ദൈനംദിന ജോലികൾ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ആന പെട്ടെന്ന് റോഡിൽ പ്രത്യക്ഷപ്പെട്ടു. 3 കാൽനടയാത്രക്കാർ ആനയെ കണ്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആന റോഡിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. അവിടെ ഇരുചക്ര വാഹനങ്ങളിലുണ്ടായിരുന്ന 3 പേർ ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ഈ സംഭവങ്ങൾ പകർത്തിയ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. മലപ്പുറം ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് സംഭവം. വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടയടി. മലപ്പുറം ചെറിയമുണ്ടം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് സംഭവം. മക്കളെ പൊരിഞ്ഞടി ചെറുമുണ്ട സ്കൂളിന്റെ കണ്ടില്ല എന്താ കുട്ടികളെ ഒരു തോക്കാടികൾ നല്ല ബഹുമാനമുള്ള കുട്ടികളെ. എന്താണ് ഈ ചെക്കന്മാർ എന്താ എന്തിനു വരാണ് ചെക്കന്മാരങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഇത് അന്തണ്ടാ ചെക്കന്മാരൊക്കെ ആ ചെക്കനൊക്കെ ഒന്നില്ല കണ്ടീലങ്ങൾ. ഇതൊക്കെയാണ് ഈ ചെക്കന്മാരെ കഥ. ചോറാ ചെക്കന്റെ കഥയും ഒരെണ്ണ എല്ലാ വീഡിയോ ഉണ്ട്. ഇവിടെ വീഡിയോ കണ്ടിട്ടാ അത് തച്ചുവാരി പോയരെ കഥ അവിടെ എടുക്കണ്ട് ഒക്കെ ശരിയാക്കി തരാം. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ മാർക്ക് ലിസ്റ്റ് വാങ്ങുവാൻ വന്നപ്പോഴാണ് സംഘർഷമുണ്ടായത്. സ്കൂളിലെ +2 വിദ്യാർത്ഥികളും മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്ന വിദ്യാർത്ഥികളും തമ്മിലാണ് സംഘർഷം. 2 കുട്ടികൾക്ക് കൂട്ടയടിയിൽ പരിക്കേറ്റിട്ടുണ്ട്. മാർ ഇവാനിയോസ് 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഞായറാഴ്ച. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര കോടതിപ്പടി ജോസ്ഗിരി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സമാപിക്കും. നിലമ്പൂർ മേഖലയിലെ 8 ദേവാലയങ്ങളിൽ നിന്നുള്ള 1000ഓളം വിശ്വാസികൾ കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് പദയാത്രയിൽ പങ്കെടുക്കും. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബത്തേരി ഭദ്രാസനം നിലമ്പൂർ മേഖലയുടെ നേതൃത്വത്തിൽ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസിന്റെ 73ാമത് ഓർമ്മ പെരുന്നാളും തീർത്ഥാടന പദയാത്രയും ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8:30 ലിറ്റിൽ ഫ്ലവർ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ഫെറോന വികാരി റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുതേൻ ഉദ്ഘാടനം ചെയ്യും. നിലമ്പൂർ മേഖലയിൽ നിന്നുള്ള 8 ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ കാവ്യവസ്ത്രങ്ങൾ അണിഞ്ഞ് പങ്കെടുക്കുന്ന പദയാത്ര
10-ന് കോടതിപ്പടിയിലുള്ള ജോസ്ഗിരി മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ സമാപിക്കും. ധന്യന്മാർ ഈവാഞ്ചസ് പിതാവിന്റെ 73ാം ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് തീർത്ഥാടന പദയാത്ര നിലമ്പൂർ മേഖലയിലെ എല്ലാ ദേവാലയങ്ങളും ഒന്നുചേർന്ന് നടത്തുകയാണ്. ഇവിടെ നിലമ്പൂരുള്ള ലിറ്റിൽ ഫ്ലവർ കൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ പുത്തലച്ചൻ പദയാത്ര ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് വിശ്വാസ സമൂഹം കാവി വസ്ത്രങ്ങൾ ധരിച്ച് കാഷായ വസ്ത്രം ധരിച്ച് 2 ലൈനായി ജോസ്ഗിരി പള്ളിയിൽ 10 മണിയോടുകൂടി എത്തിച്ചേരുകയും തുടർന്ന് സമൂഹ ബലി നടത്തുകയും പിന്നീട് നേർച്ച വിരുന്ന് ക്രമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മാൻ യുവാഞ്ചസ് പിതാവിനെ കുറിച്ചുള്ള അനുസ്മരണ സന്ദേശം നൽകുന്നത് ഈ സമീപത്തുള്ള ഏനാന്തി ഇടവകയിൽ നിന്നുള്ള വൈദികനായിരിക്കുന്ന ഇപ്പോൾ മാവേലിക്കര രൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്ന മാത്യു അറക്കലച്ചനാണ് അന്നത്തെ പ്രധാന സന്ദേശം നൽകുന്നതും പ്രധാന മുഖ്യ കാർമ്മികത്വം വിശുദ്ധ കുർബാനയിൽ നിർവഹിക്കുന്നതും. നമ്മുടെ നിലമ്പൂർ മേഖലയിൽ 8 ദേവാലയങ്ങളാണുള്ളത്. ഏകദേശം 1000-ഓളം വിശ്വാസ സമൂഹം പങ്കുചേർന്ന് ഈ ഒരു ശുശ്രൂഷയിൽ ഉൾപ്പെടുകയാണ്. തുടർന്ന് നിലമ്പൂർ മേഖല പ്രോട്ടോ വികാരി റവറന്റ് ഫാദർ തോമസ് ചാപ്രത്തിന്റെ കാർമ്മികത്വത്തിൽ കുർബാന അർപ്പിക്കും. തുടർന്ന് നടക്കുന്ന മാർ ഇവാനിയോസ് അനുസ്മരണ സമ്മേളനത്തിൽ MCMF സഭാതല ഡയറക്ടർ റവറന്റ് ഫാദർ മാത്യു അറക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ നിലമ്പൂർ മേഖലയിൽ നിന്നും SSLC, +2 തുടങ്ങി വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിക്കും. കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരിക്കും. മാർ ഇവാനിയോസ് തിരുമേനി കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലകളിൽ നടത്തിയിട്ടുള്ള സ്തുത്യർഹമായ സേവനങ്ങൾ നിസ്തുല്യമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രോട്ടോ വികാരി റവറന്റ് ഫാദർ തോമസ് ചാപ്രത്ത്, രൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ്, MCA മേഖലാ പ്രസിഡന്റ് സന്തോഷ് തോമസ്, ഇടവക ട്രസ്റ്റി ബൈജു ഏഴുമായിൽ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയിൽ ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി വിവിധ കാർഷിക പദ്ധതികൾക്ക് തുടക്കമായി. കൃഷിഭവൻ പരിസരത്ത് നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയിലും കൃഷിക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് നിലവിലെ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നഗരസഭയിലുള്ള 14.47 ഹെക്ടർ തരിശുഭൂമി 3 വർഷമായിട്ട് കൃഷി ചെയ്യാത്ത ഇടങ്ങൾ കണ്ടെത്തിയത് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആവശ്യമായ നെല്ലും അതുപോലെ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കാനും ഒഴിഞ്ഞെടുക്കുന്ന തരിശ്, തെങ്ങ് പോലുള്ള മറ്റ് കാർഷിക നാണ്യവിളകളടക്കം കൃഷി ചെയ്യാനുമുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ തൈയും നെൽകൃഷിയും അതുപോലെ നെൽവിത്തും അതുപോലെ പച്ചക്കറി തൈകളും ഹൈബ്രിഡ് തെങ്ങുകളൊക്കെ വിതരണം ചെയ്യുന്നത്. വളരെ മുന്തിയ പരിഗണന കാർഷിക മേഖലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്ന് പുറത്തു നിന്നുള്ള എന്നും തമിഴ്നാടിനെ, ആന്ധ്രയെ ഒക്കെ മാതൃകയായിക്കൊണ്ട് അവിടുന്ന് ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവിഭവങ്ങൾ നമുക്ക് ഗുണകരമാവില്ല. നമ്മൾ തന്നെ അത് ഉണ്ടാക്കണമെന്ന മെസ്സേജ് കൂടി ഇതിലുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, സ്മിത മോൾ, മേരി ഷിബു, കൌൺസിലർമാർ, കൃഷി ഓഫീസർ ടി വിശാഖ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ കെ ഷബീർ അലി, കൃഷി വകുപ്പ് ജീവനക്കാർ, പാടശേഖര സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ജനകീയാസൂത്രണം പദ്ധതി 2026-27 ഭാഗമായി തരിശുരഹിത പച്ചക്കറി കൃഷിക്കായി വിത്ത് വിതരണം, നെൽകൃഷി നടത്തുന്നവർക്ക് നെൽവിത്ത് വിതരണം എന്നിവയാണ് നടത്തിയത്. നബാർഡിന്റെ ധനസഹായത്തോടെ ജൻശിക്ഷൻ സംസ്ഥാൻ മലപ്പുറം പോത്തുകൽ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായ ജലസേചന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം മുണ്ടേരി ഉൾവനത്തിലെ ഇരുട്ടുകുത്തി നഗറിൽ ആര്യടൻ ഷൌക്കത്ത് MLA ഉദ്ഘാടനം ചെയ്തു. ഇരുട്ടുകുത്തി നഗറിലെ 40ഓളം കുടുംബങ്ങൾക്ക് കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നതാണ് പദ്ധതി. ജാതിക്ക, കുരുമുളക്, ഏലം, ഔഷധ സസ്യ കൃഷി, ഇടവിള കൃഷി എന്നിവയാണ് ഓരോ കുടുംബത്തിനും ലഭ്യമാക്കുക.
5 വർഷം കൊണ്ട് കൃഷിയിലൂടെ ഒരു കുടുംബത്തിന്റെ ഏറ്റവും ചുരുങ്ങിയത് 2 ലക്ഷം രൂപയുടെ വരുമാനമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പോത്തുകൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദു കുന്നുമൽ അധ്യക്ഷം വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു അശോകൻ, പഞ്ചായത്ത് ട്രൈബൽ ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ലക്ഷ്മി ബാബു, JSS ഡയറക്ടർ വി ഉമ്മർ കോയ എന്നിവർ സംസാരിച്ചു. കർക്കിടകം രാമായണ മാസാചരണത്തിന് തുടക്കം. നിലമ്പൂർ അയ്യപ്പ ഭജന മഠത്തിൽ രാമായണ പാരായണത്തിന് തുടക്കമായി. കർക്കിടകം 1 മുതൽ 31 വരെ, 17-ാം തീയതി മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാവിലെ 7:30 മുതൽ 8:30 വരെ നിലമ്പൂർ അയ്യപ്പ ഭജന പാദത്തിൽ രാമായണ പാരായണം ഉണ്ടായിരിക്കും. ഏകദിന രാമായണ പാരായണം 26-ന് ഞായറാഴ്ച രാവിലെ 5:30 മുതൽ വൈകുന്നേരം വരെ നടക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കമ്മിറ്റി എടക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അന്തരിച്ച യൂത്ത് വിംഗ് പ്രവർത്തകൻ റഷാദ് തൈക്കണ്ടിയുടെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നിർധനരായ വിദ്യാർത്ഥികൾക്ക് MT ഗോൾഡ് ലാൻഡ് ഉടമ MT സാബുവിന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റും അകാലത്തിൽ മരണമടഞ്ഞ സ്കൂളിലെ ജീവശാസ്ത്രം അധ്യാപികയായിരുന്ന ശ്രുതി ടീച്ചറുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോമെന്റും ചടങ്ങിൽ വിതരണം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബാബു CK ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ആബിദ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് ബാസിദ്, പ്രധാനാധ്യാപിക ശ്രീജ ജനാർദ്ദനന് പഠനോപകരണങ്ങൾ കൈമാറി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി TT നാസർ, ട്രഷറർ നാസർ EKC, ഷാജി എടക്കര, K മുഹമ്മദ് റഫീഖ്, സജി തോമസ്, യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി സവാദ് KC, ട്രഷറർ മുഹസിൻ പാലോളി, അഷ്റഫ് EA, എബ്രഹാം അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു. SKSSF സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന അദാലത്ത് എടക്കര മേഖലയിൽ മില്ലുംപടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ പ്രൗഢമായി നടന്നു. എടക്കര മേഖലയിലെ 49 യൂണിറ്റുകളും 7 ക്ലസ്റ്ററുകളും മേഖലയും അദാലത്ത് പൂർത്തീകരിച്ചു. SKSSF സ്റ്റേറ്റ് ഉപാധ്യക്ഷൻ സയ്യിദ് മുബഷീർ ജമനുലൈലി തങ്ങളും സ്റ്റേറ്റ് ജില്ലാ നേതാക്കൾ അസിസ്റ്റന്റ് ഉദ്യോഗസ്ഥരായും മേഖലയിലെ അദാലത്തിന് നേതൃത്വം നൽകി. എടക്കര മേഖലാ പ്രസിഡന്റ് ഷമീർ ഫൈസി തണ്ണിക്കടവ് സെന്റർ കോർഡിനേറ്ററായും മേഖലാ ജനറൽ സെക്രട്ടറി നിസാം വഴിക്കടവ്, വർക്കിംഗ് സെക്രട്ടറി നൌഷാദ് നാണി, ഷിഹാബ് ഫൈസി, മഹബൂബ് മാഷ്, സൽമാൻ മുണ്ട എന്നിവർ നേതൃത്വം നൽകി. മേഖലയിലെ മുതിർന്ന നേതാക്കൾ പാത്താർ മുഹമ്മദ് ഫൈസി, സൈനുദ്ദീൻ ലത്തീഫി എന്നിവർ അദാലത്ത് സെന്റർ സന്ദർശിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.